ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുൻ എംഎൽഎയും മുസ്ലിം ലീഗ് നേതാവുമായ MC ഖമറുദ്ദീനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ചിത്താരി സ്വദേശികൾ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കാഞ്ഞങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഖമറുദ്ദീനെ റിമാൻഡ് ചെയ്തു. ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിലേക്ക് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചുവെന്ന് കാണിച്ച് ചിത്താരി സ്വദേശികളായ സാബിറ, ഫർസാന എന്നിവർ നൽകിയ പരാതിയിലാണ് മുൻ എംഎൽഎയും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ MC ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. സഹോദരിമാരായ ഇരുവരിൽ നിന്നും 37 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. 2014-16 കാലയളവിൽ സാബിറ 15 ലക്ഷം രൂപയും ഫർസാന സ്വർണം പണയം വെച്ച് 22 ലക്ഷം രൂപയുമാണ് നിക്ഷേപിച്ചത്. പണം തിരിച്ചു നൽകുന്നില്ലെന്ന് കാണിച്ച് നൽകിയ പരാതിയിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ കാസർഗോഡ് സംഘമാണ് ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 ഹാജരാക്കിയ MC ഖമറുദ്ദീനെ റിമാൻഡ് ചെയ്തു. ഫാഷൻ ഗോൾഡിന്റെ കീഴിലുള്ള 4 ജ്വല്ലറികളുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ ജ്വല്ലറിയുടെ ചെയർമാനായിരുന്ന MC ഖമറുദ്ദീൻ, TK പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ 164 പേരാണ് പരാതിയുമായി എത്തിയത്. അന്വേഷണം പൂർത്തിയായ 60ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അനിയന്ത്രിത നിക്ഷേപ പദ്ധതി നിരോധന നിയമം 2019 പ്രകാരം യോഗ്യതാധികാരിയായ സംസ്ഥാന ധനകാര്യ സെക്രട്ടറി പ്രതികളുടെയും കമ്പനിയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി ഉത്തരവിറക്കിയിരുന്നു. ഇതിനുശേഷം 50ലേറെ പേർ പരാതിയുമായി എത്തിയതോടെ കേസുകളുടെ എണ്ണം 200 കടന്നിട്ടുണ്ട്. ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് ജ്വല്ലറിയിലേക്ക് 700-ലധികം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച 180 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.